നമസ്കാരം, ഞാൻ ജയ ജോൺ. മലയാളം ആൽഫബറ്റ്സ് ആൻഡ് സിംബൽസ് എന്ന ഈ ക്ലാസ്സിൻ്റെ 31ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ എന്ന അക്ഷരവും ഹ എന്ന അക്ഷരവുമായിരുന്നു കണ്ടത്. ഈ ക്ലാസ്സിൽ ഴ എന്ന അക്ഷരവും അതുപയോഗിച്ചുള്ള വാക്യ രൂപീകരണവുമാണ് നമ്മൾ കാണുന്നത്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഴ എന്ന അക്ഷരമാണ് കാണുന്നത്. നോക്കിക്കേ, ഴ എങ്ങനെ എഴുതാം എന്ന് നോക്കാം. മുകളിലത്തെ ലൈനിൽ സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് നടുഭാഗത്തൂടെ ഇറങ്ങി ഈ ഭാഗം ഉണ്ടല്ലോ, ഈ താഴത്തെ ലൈനിൽ വന്ന് നിൽക്കണം. താഴത്തെ ലൈൻ ക്രോസ് ചെയ്ത് താഴേക്ക് ഇറങ്ങരുത്. ഒന്നും കൂടെ ഞാൻ എഴുതാം. മുകളിലത്തെ ലൈനിലേക്ക് ഒരു ചന്ദ്രക്കല പോലെ വന്ന് ഇങ്ങനെ നിൽക്കുക. ഓക്കെ, മനസ്സിലായോ? ഴ എന്ന അക്ഷരം. ഇനി ഈ ഴ എന്ന അക്ഷരം വെച്ചിട്ടുള്ള വാക്കുകൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ വാക്കാണ് വാഴ. വ എന്ന അക്ഷരം നമ്മൾ എഴുതാൻ പഠിച്ചിട്ടുണ്ട്. വ എന്ന അക്ഷരത്തിൻ്റെ കൂടെ ആ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നം ചേർക്കുമ്പം വാ. എന്നിട്ട് ഇന്ന് പഠിച്ച അക്ഷരമായ ഴ എന്ന അക്ഷരം കൂടെ എഴുതുമ്പം വാഴ എന്ന് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ മറ്റൊരു വാക്കാണ് മഴ. നമുക്കെല്ലാം അറിയാവുന്ന വാക്കാണ് മഴ എന്ന വാക്ക്. മ എഴുതുന്നു, ഴ എഴുതുന്നു, മഴ. അതുപോലെ തന്നെ വേറൊരു വാക്കാണ് തുഴ. തുഴ എന്ന് പറഞ്ഞാൽ പങ്കായം. വള്ളം തുഴയാൻ ഉപയോഗിക്കുന്ന പങ്കായത്തിന് പേരാണ് ആ പങ്കായത്തിന് പറയുന്ന പേരാണ് തുഴ എന്നുള്ളത്. തുഴ. അപ്പം ഇഷ്ടംപോലെ വാക്കുകൾ നമുക്ക് കിട്ടും ഴ എന്ന അക്ഷരം വെച്ചിട്ടുള്ളത്. ഇവിടെ പറയുന്നു വാഴ, മഴ, തുഴ. ഇനി ഈ അക്ഷരം ഴ എന്ന അക്ഷരം ഉപയോഗിച്ച് നമുക്ക് ഓരോ വാക്യങ്ങൾ രൂപീകരിക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, കോഴി കൂകി. ഇപ്പം നമ്മൾ സ്വരാക്ഷരങ്ങളും സ്വരചിഹ്നങ്ങളും എല്ലാം പല പല എപ്പിസോഡിൽ നമ്മൾ കണ്ടു. ഇനി ആ സ്വരാക്ഷരങ്ങളുടെ ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള വാക്യ രൂപീകരണമാണ് വരുന്നത്. ഒന്നാമത്തെ വാക്യം കോഴി കൂകി. ക എന്ന അക്ഷരത്തിന് നമ്മൾ ഓ ചിഹ്നം കൊടുക്കുമ്പം എങ്ങനെ വരും? കോ. എന്നിട്ട് ഇന്ന് പഠിച്ച അക്ഷരം ഴ എഴുതിയിട്ട് അതിന് ഇ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നം കൊടുക്കുമ്പോൾ എന്തായി? ഴിയായി. കോഴി. എന്നിട്ട് സ്പേസ് ഇടുക, ഗ്യാപ്പ് ഇട്ടിട്ട് കോഴി കൂകി. ക എന്ന അക്ഷരത്തിന് ഊ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നം കൊടുക്കുമ്പം കൂ. വീണ്ടും ക എഴുതിയിട്ട് അതിന് ഈയുടെ ചിഹ്നം കൊടുക്കുമ്പം കി. കോഴി കൂകി. അതുപോലെ തന്നെ നേരം വെളുത്തു. രണ്ടാമത്തെ വാക്യമാണ് നേരം വെളുത്തു. ന എന്ന അക്ഷരത്തിന് എ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നം കൊടുക്കുമ്പോൾ നേ. നേരം. ര എഴുതുന്നു, ആം ചിഹ്നം കൊടുക്കുന്നു. നേരം വെളുത്തു. വ എന്ന അക്ഷരത്തിന് എന്ത് ചിഹ്നമാണ് കൊടുത്തത്? എയുടെ ചിഹ്നം കൊടുത്തു. അപ്പോൾ വ വേ ആയി. എന്നിട്ട് വീണ്ടും ല എന്ന അക്ഷരത്തിന് ഊ ചിഹ്നം കൊടുക്കുമ്പം ലു. വെളുത്തു. ഥ പ്ലസ് ത, ഥ. നേരം വെളുത്തു. ഇവിടെ കൂട്ടക്ഷരം പല എപ്പിസോഡുകളിലും പറഞ്ഞു പോയിട്ടുണ്ട്. എന്നാലും ഒന്നും കൂടെ പറയാം. ത പ്ലസ് ത, ഥ. നേരം വെളുത്തു എന്ന് നമ്മൾ എഴുതാനുള്ള ത പ്ലസ് ത, ഥ. അടുത്തത് നമുക്ക് എടുക്കാം. മഴ തുടങ്ങി. മഴ. മഴ എന്നെഴുതി സ്പേസ് ഇട്ടു. തുടങ്ങി. ത എന്ന അക്ഷരത്തിന് ഊവിൻ്റെ ചിഹ്നം കൊടുക്കുമ്പം തു. വീണ്ടും ഡ എന്ന അക്ഷരം കൊടുത്തു. തുട. ങ പ്ലസ് ങ. ങ എഴുതിയിട്ട് അതിന് വള്ളി ഇടുമ്പം ങി. തുടങ്ങി. അത് കൂട്ടക്ഷരങ്ങൾ പഠിച്ചു പോയതാണ് ഇതിനു മുമ്പിലുള്ള എപ്പിസോഡുകളിൽ. ങ പ്ലസ് ങ, ങ പ്ലസ് ങ. അടുത്തത് പുഴ കവിഞ്ഞു. മഴ തുടങ്ങുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം വെള്ളം കൂടും, പുഴ കവിഞ്ഞൊഴുകുമെന്ന് അറിയാം. അപ്പൊ എങ്ങനെ എഴുതുന്നു നോക്കിക്കേ. പ എന്ന അക്ഷരത്തിന് ഊവിന്റെ ചിഹ്നം കൊടുക്കുമ്പോൾ പൂ. എന്നിട്ട് ഇന്ന് പഠിച്ച അക്ഷരമായ ഴ ചേർക്കുമ്പോൾ പുഴ. പുഴ കവിഞ്ഞു.
സ്പേസ് ഇട്ടിട്ട് വേണം അടുത്ത വാക്ക് എഴുതാന്. കവിഞ്ഞു. വ എന്ന അക്ഷരത്തിന് വള്ളി കൊടുക്കുമ്പം കവി. എന്നിട്ട് ഞ പ്ലസ് ഞ. നോക്കിക്കേ, ഞ പ്ലസ് ഞ പ്ലസ് ഞ. നമ്മള് ഞ വെച്ചിട്ടുള്ള വാക്കുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. മഞ്ഞൾ, കുഞ്ഞ്, കഞ്ഞി എന്നൊക്കെ ഇഷ്ടം. ഇനി അടുത്തത് വഴി നിറഞ്ഞു. വഴിയും നിറഞ്ഞു കവിഞ്ഞു ഒഴുകിയാണ്. വഴി നിറഞ്ഞു എങ്ങനെ നമുക്ക് എഴുതാൻ നോക്കാം. വഴി. എപ്പോഴും മലയാള അക്ഷരങ്ങൾ എഴുതുമ്പം 2 ലൈനെ ടച്ച് ചെയ്യണം. 2 ലൈനെ ടച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ അക്ഷരം കാണാൻ ഭംഗി ഉണ്ടാവില്ല. വഴി നിറഞ്ഞു. വഴി നിറഞ്ഞു. ഒരു വാക്ക് കഴിയുമ്പോൾ സ്പേസ് ഇടുക. എന്നിട്ട് വേണം അടുത്ത വാക്ക് എഴുതാൻ. നീ നിറഞ്ഞു. നിറഞ്ഞു. അപ്പം ഴ വെച്ചിട്ട് നമ്മള് 3 വാക്ക് പഠിച്ചു. വാഴ, മഴ, തുഴ. ഈ ഴ വെച്ചിട്ട് തന്നെ വാക്യ രൂപീകരണം നോക്കിക്കേ. കോഴി കൂകി, നേരം വെളുത്തു, മഴ തുടങ്ങി, പുഴ കവിഞ്ഞു, വഴി നിറഞ്ഞു. ഇതിന്റെ അകത്ത് നമ്മള് 3 കൂട്ടക്ഷരങ്ങളും കൂടെ കണ്ടു. ത പ്ലസ് ത, ങ പ്ലസ് ങ, ഞ പ്ലസ് ഞ. കൂട്ടക്ഷരങ്ങളെല്ലാം നമ്മൾ നേരത്തെ കണ്ടതാണ്. എങ്കിലും നമ്മളുടെ ഴ വെച്ചിട്ടുള്ള വാക്യ രൂപീകരണത്തിൽ 3 കൂട്ടക്ഷരങ്ങളാണ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമുക്ക് കാണാം. ബൈ.